ഇന്ന് ചോറിന് കറിയാക്കിയിട്ടുണ്ടായിരുന്നത് സാമ്പാറായിരുന്നു കേട്ടോ. അത് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പയറുണ്ടായിരുന്നു, അത് കുറച്ച് തോനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പേരി ആക്കാമെന്ന്. അങ്ങനെ ഉപ്പേരിക്കുള്ളതൊക്കെ അരിയായിരുന്നു കേട്ടോ. എനിക്ക് ഈ പയർ എപ്പോൾ കാണുമ്പോഴും എൻ്റെ ഒപ്പം 6ാം ക്ലാസ് പഠിച്ച മഞ്ജുവിനാണ് കേട്ടോ ഓർമ്മ വരിക. ഓളെ അച്ഛനക്ക് എന്തോ ജോലിൻ്റെ എന്തോ കാര്യമായിട്ട് ഓള് തിരുവനന്തപുരത്ത് നിന്നോ അങ്ങനെ എവിടുന്നോ, എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടില്ല, ഇവിടുന്നോ ആണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവളെ ഭാഷ തന്നെ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ തിന്നുമ്പോൾ ഇങ്ങനെ കറികളൊക്കെ ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഓളോട് ചോദിച്ചു ഞങ്ങൾ എന്താ കറി ചോദിച്ചപ്പോൾ ഉള്ളൊരു മെഴുക്കുരട്ടിയാണെന്ന്. നമ്മൾ മലപ്പുറത്ത് സാധാരണ സ്കൂളിൽ പഠിച്ച കുട്ടിയാക്കി എന്ത് മെഴുക്കുരട്ടി, എല്ലാവരുടെ എക്സ്പ്രഷനും ആ ഒരു ടൈപ്പായിരുന്നു. എന്നിട്ട് മെഴുക്കുരട്ടി ചോദിച്ചപ്പോഴാണ് പയർ മെഴുക്കുരട്ടി. അപ്പം നോക്കി നോക്കുമ്പോൾ എന്താ നമ്മളെ പയറുപ്പേരിയില്ലേ, അതാണ്. നമ്മളിവിടെ തേങ്ങ ഇട്ടാലും തേങ്ങ ഇട്ടിട്ടില്ലെങ്കിലും ഒക്കെ അമ്മക്ക് ഉപ്പേരിയാണ്. ഓലിക്ക് തേങ്ങ ഇട്ടാൽ തോരനും തേങ്ങ ഇട്ടില്ലേൽ മെഴുക്കുപുരട്ടിയാണ് എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ പയറെപ്പോൾ കാണുമ്പോഴും ഓള ഓർമ്മ വരും കേട്ടോ. അങ്ങനത്തെ സാമ്പാറൊക്കെ ഉണ്ടാക്കി, പയറുപ്പേരി ഉണ്ടാക്കി, പിന്നെ മീൻ പൊരിച്ചതും അതും കൂടിയും കൂട്ടിയിട്ട് ചോറ് കഴിച്ചു കേട്ടോ. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ.